ബെൻസിഗർ ഹോമിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ അച്ഛൻ ഈ ഒരു പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഇവിടെ പരിസരവാസികളുടെ സഹകരണം എങ്ങനെയാണ് അച്ഛനോട്? ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ പത്രോസ്ലീഹ ചോദിച്ചല്ലോ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു കർത്താവ്, ഞങ്ങൾക്ക് എന്താണ് ഉള്ളത് തരുന്നത്? അപ്പം കർത്താവ് മറുപടി പറഞ്ഞത് വലിയൊരു പ്രതീക്ഷയുടെ മറുപടിയാണ്. ഈ ലോകത്തിൽ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ ഇരട്ടിയായിട്ട് ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ സഹനത്തിൻ്റെ കാര്യവും കർത്താവ് പറഞ്ഞു. കൂടെ സഹനങ്ങളും അത് എല്ലാ മനുഷ്യനിലും ഉള്ളതാണ്. നമ്മളെല്ലാം അതിജീവിച്ച് കാണിച്ച് വിജയിച്ച് കാണിക്കേണ്ട ഒരു ജീവിതാവസ്ഥയാണ് നമ്മുടെ സഹനങ്ങളുടെ കാസം. അതിനപ്പുറത്ത് ബന്ധങ്ങൾ, ഞാൻ ഈ ബെൻസിഗർ ഹോമിൽ വന്നിട്ട് സ്വന്തം മകനെ പോലെ കാണുന്നവർ, അല്ലെ ആങ്ങളെ പോലെ കാണുന്നവർ, അത്തരത്തിൽ ഇടപെടുന്നവർ, സുഖമാണെന്ന് എന്നും ചോദിക്കുന്നവർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം, സെൻറ്ററിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിലും പറഞ്ഞു, എന്തിൻ്റെങ്കിലും കുറവുണ്ടെങ്കിൽ അതുമായിട്ട് അച്ഛൻ വിഷമിച്ച് നടക്കരുത്, എപ്പോൾ ചോദിച്ചാലും നമുക്കത് ചെയ്യാം. അതൊക്കെ എത്ര വലിയ കാര്യമാണ്. നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ നമ്മുടെ കൂടെ ഉള്ളവർ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ആ തരത്തിലൊരു അനുഭവം ഉണ്ടായത്. നമ്മൾ വിചാരിക്കും രക്തബന്ധത്തിലുള്ളവരുമായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ബന്ധം, ആ ഈടുറ്റ ബന്ധം ഉണ്ടാകേണ്ടതെന്ന് ഉണ്ടാകണം, തീർച്ചയായിട്ടും വേണമല്ലോ നമ്മുടെ കൂടപ്പിറപ്പുകളോട്. അതുപോലെ തന്നെ ഞാൻ പറയും അതിലും വലുത് ചിലപ്പോൾ ചില കമ്മിറ്റ്മെൻറ്റുകൾ നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മെ സഹായിക്കുന്നവരോടും ഒക്കെ നമുക്കുണ്ട്. നമുക്കത് വേണം. അച്ഛൻ നല്ലപോലെ പാട്ട് പാടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ദിവ്യവെല്ലിൽ ഞങ്ങൾ ഒരുപാട് തവണ പാട്ട് കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ പാട്ടുകൾ ഇവിടെ താമസിക്കുന്നവർക്ക് ആശ്വാസം പകരാറുണ്ടോ? എല്ലാ ദിവസവും ദിവ്യബലിയിൽ മുൻപ് ആരാധനയുണ്ടല്ലോ ഇവിടെ. അത് ചിലപ്പോൾ 2 പാട്ടുകളൊക്കെ നമുക്ക് പാടാനായിട്ട് സമയം കിട്ടുള്ളൂ. ആ സമയത്ത് പാടും. പാട്ട് കേൾക്കുന്നവർ ഒക്കെ സന്തോഷമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇടയ്ക്ക് റെക്കോർഡിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമല്ലോ നമ്മളിവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് സന്തോഷമായിട്ടാണ് പാടാൻ പറ്റുന്നത്. അതൊരു വലിയ ദൈവകൃപയാണ്, വലിയ ഒരു പ്രാർത്ഥനയാണല്ലോ പാട്ടെന്ന് പറയുന്നത്. വലിയൊരു അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ് കേൾക്കുന്നവർക്ക്. അപ്പോൾ അത് ദൈവത്തിൻ്റെ കൃപ. നമ്മുടെ ശുശ്രൂഷയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ചിലപ്പോൾ ദൈവാനുഭവത്തിലേക്ക് ഉയരാൻ നമ്മുടെ പാട്ടുകൾക്കൊക്കെ കഴിയുമെങ്കിൽ വലിയ പാട്ടെന്നല്ല പറയുക, നമ്മുടെ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു അക്കമ്പനിമെന്റ് എന്നതിനെ കാണുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മുടെ ശാലോം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി പാടാമോ? തോരാത്ത കണ്ണീർ തുടച്ചു, തോളിൽ നീ എന്നെ വഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു, തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായൊരുക്കി നീ എന്നെ അനുഗ്രഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായൊരുക്കി നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു, തോളിൽ നീ എന്നെ വഹിച്ചു. വളരെ മനോഹരമായിരുന്നു. മനസ്സിന് ഒരു സന്തോഷമാണ് ഇപ്പോൾ അച്ഛൻ്റെ പാട്ട് കേൾക്കുമ്പോൾ. എൻ്റെ പേര് സജികുമാർ. ഞാൻ CSM 115 താമസിക്കുന്നത്. ഞാനൊരു KCB റിട്ടയർ ആയ ഒരാളാണ്. 2019 സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിനുശേഷം വന്ന കാലയളവ് എന്ന് പറയുന്നത് കൊറോണയുടെ കാലഘട്ടമായിരുന്നു. ആ ബാലാശ സമയത്ത് ജോസഫ് അച്ഛനാണ് ഇത് കൊണ്ടു നടന്നതും ഇതിനെ നല്ല രീതിയിൽ ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്കിയത്. പാതിരാത്രി പോലും പേഷ്യൻറ്റുമായിട്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നതാണ്. എല്ലാവരും ഉറങ്ങേണ്ട സമയത്ത് ഇവിടുത്തെ പേഷ്യൻ്റ് ഛർദ്ദിച്ച് അവശയായി വളരെ സിങ്കിങ് സ്റ്റേജിലായ രോഗിയെ കൊണ്ട് അദ്ദേഹം ആംബുലൻസുമായി യാത്ര ചെയ്യുന്നുണ്ട്. ശരിക്കും അദ്ദേഹം മുഴുക്കെ ഛർദ്ദിലുമായി രാത്രിയിൽ മൊത്തം ഉറക്കമൊഴിച്ച് വരുന്ന അച്ഛനെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ സമീപവാസി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരു ദൈവതുല്യനാവണത് അവിടെയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് PK ശ്രീവത്സകുമാർ. ഞാൻ ഇടപ്പഴിഞ്ഞി CSM നഗറിൽ ബെൻസിഗർ ഹോമിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അച്ഛൻ ഈ കോവിഡ് കാലത്ത് 2 വർഷം മുമ്പ് കോവിഡ് അതിരൂക്ഷമായിരുന്ന കാലത്ത് കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും മരണപ്പെടുന്നവരെ തിരിച്ച് അവരുടെ വീടുകളിൽ കൊണ്ടുപോകാനും അച്ഛൻ തന്നെ നേരിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് ആംബുലൻസ് ഡ്രൈവ് ചെയ്ത് പിന്നെ അവരുടെ വീടുകളിൽ പോവുകയും ഡെഡ് ബോഡി അവിടെ കൊണ്ട് എത്തിക്കുകയും രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയൊക്കെ ചെയ്ത്
അച്ഛൻ ചിലപ്പോൾ ഡ്രൈവർ ഇല്ലാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് മിക്കവാറും അത് ഓടിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള, ഇത്രയും വളരെ അച്ഛൻ ഹൈലി ക്വാളിഫൈഡ് ആണ്. 5 PG ഇട്ടുള്ള ആളാണ്. 5 PG ഇടുക്കി ജില്ലയിലെ അണക്കര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നും പഠിച്ചുയർന്നു വന്ന ഒരു മഹാനായ മനുഷ്യനാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അച്ഛൻ ഇത്രമാത്രം താഴേക്ക് ഇറങ്ങുന്ന സാധാരണക്കാരായ ആളുകളോട് ഇടപെടുന്ന ഈ ഇത്രയും പൊസിഷനിലിരിക്കുന്നവരെ കുറിച്ച് നമുക്ക് അധികം അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സേവനം വളരെ നല്ലതാണ്. സ്ഥാപനത്തിന് ഇനിയും മേന്മ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ താമസിക്കുന്ന ഓരോ പേഷ്യൻസിനും ഇവിടുത്തെ താമസവും ഭക്ഷണവും ഒക്കെ സൗജന്യമായിട്ടല്ലേ നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിനുള്ള ചെലവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? സഭയിൽ നിന്നുള്ള സപ്പോർട്ടാണോ, അല്ലെങ്കിൽ പുറത്തു നിന്ന് ആരെങ്കിലുമൊക്കെ സഹായിക്കാറുണ്ടോ? ആദ്യമായി തന്നെ ബെൻസിഗർ ഹോമിൽ വരുന്ന എല്ലാവർക്കും ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, ആംബുലൻസ് സർവീസ്, ഇത് നമ്മുടെ ഒരു വലിയ മോട്ടോയാണ്. തീരുമാനിച്ചേക്കുന്ന കാര്യമാണ്, സഭ തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ റൂമുകളും നല്ല സ്പേഷ്യസ് ആണ്. 3 പേർക്ക് 4 പേർക്ക് താമസിക്കാവുന്ന റൂമുകളാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂംസ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക്കിൻ്റെ ബെഡുകൾ, പേഷ്യൻ്റ് ബെഡ് ആണ്, ബൈസ്റ്റാൻഡറിൻ്റെ ബെഡുകളൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലുള്ള പോലെ തന്നെയുള്ള ബെഡുകളാണ്. അപ്പോൾ അതിൻ്റെ സാമ്പത്തികമായി എന്നുള്ളത് ദൈവാശ്രയം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. സാമ്പത്തികതയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ നടത്തിപ്പ് ദൈവമേ സുഗമമായി നടന്നു പോകാൻ അനുഗ്രഹിക്കണമേ. 1000 രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓൺ ദ നെക്സ്റ്റ് ഡേ there would be someone who could help us. അതാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഒന്നിനും ഇതുവരെ ഈ 4.5 വർഷമായിട്ട് ഒന്നിനും ഇതുവരെ കുറവ് വന്നിട്ടില്ല. തമ്പുരാൻ രാവകരില്ലാതെ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മുടെ ഒരു വലിയ അനുഭവവും പ്രത്യാശയാണ് ഒരു സൈഡിൽ. മറു സൈഡിൽ നമ്മൾ ചോദിക്കുന്നവരൊക്കെ അച്ഛാ അതിനിപ്പോൾ എന്താ സഹായിക്കാമല്ലോ, ഒരു കാര്യത്തോടു കൂടിയാണ്. നമ്മളിപ്പോൾ ലിഫ്റ്റ് ഈ വർഷമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ലിഫ്റ്റ്, അതിനൊരു 20 lakhs മുകളിലായിട്ടുണ്ട്. അതിൻ്റെ സിവിൽ വർക്ക് എല്ലാം കൂടെ ചേർന്ന് എല്ലാവരും പലരും സഹായിച്ചു. നന്മനസ്സുകളുടെ സഹായമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ഇത് തമ്പുരാന് വേണം. അതുകൊണ്ടാണ് ദൈവത്തിന് ഇത് വേണം. മനുഷ്യരുടെ നിലനിൽപ്പിനുള്ള സഹായത്തിൽ നമ്മളൊക്കെ ഒരു ഇൻസ്ട്രുമെൻ്റല്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇൻസ്ട്രുമെൻ്റലാണ്. പക്ഷെ ദൈവത്തിന് ഇത് വേണം. അതുകൊണ്ടാണ് നമ്മൾ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അല്ല നമ്മൾ ചെറുതായിട്ട് സ്വപ്നം കാണുന്നത് വലിയ അക്കംപ്ലിഷ്മെൻ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുന്ന കാരണം അതല്ലേ. അപ്പം അത് ഒരു വലിയ എമൗണ്ട് ഒന്നും നമുക്ക് അക്കൗണ്ടിൽ വേണ്ട. സെൻറ്റർ നന്നായിട്ട് നടന്നു പോയാൽ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുക, നല്ല ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള സെർവൻസിൻ്റെ, നമ്മുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന നമ്മുടെ മക്കളുടെയും നല്ല ഡീലിങ്സുകൾ, നല്ല ആംബിയൻസ്, ഹൈജീനിക്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതിനോട് നമുക്ക് കോംപ്രമൈസുകളൊന്നുമില്ല. രാവിലെ വൈകുന്നേരം എല്ലാം തൂത്ത് തുടച്ച് 10 മണിയാകുമ്പോൾ ടോയ്ലറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ വി ഗീവ്. ടോയ്ലറ്റ് 10 മണിയാകുന്നതിന് ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് നമുക്ക് കോംപ്രമൈസുകളൊന്നുമില്ല. അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വേണമെങ്കിൽ കയറി എല്ലാ ബാത്റൂംസിലും നോക്കിക്കോ, ആദ്യത്തെ ദിവസം ഇരുന്നത് പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. അത് നമുക്ക് കാണിച്ചു. കാരണം ഇത് പേഷ്യൻസിൻ്റെ സ്ഥലമല്ലേ, അവർ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവും. ഭയങ്കര ഫീബിളാണ്. ബോഡി ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഫീബിളാണ്. അപ്പം നമ്മൾ ഇത് നിഷ്കർഷയോടുകൂടി അവിടെ കോംപ്രമൈസ് ഇല്ല. അവിടെ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇച്ചിരി വ്യത്യാസം വന്ന് സംസാരിച്ച ഒരു ഏരിയ ഈ ക്ലീനിങ്ങിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ചിലരോടെങ്കിലും, എല്ലാവരോടും അല്ല, ചിലരോട് പറയേണ്ട വന്നിട്ടുള്ള സ്വരം ഇച്ചിരി മാറി സംസാരിക്കേണ്ട വന്നിട്ടുള്ളത്. അതർവൈസ് പക്കയായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ, ഇവിടുത്തെ ഒരു സറൗണ്ടിങ്സ്. ഇതല്ലാതെ ബെൻസിഗർ ഹോമുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അച്ഛൻ? ഈ മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സഭയുടെ ഒരു ചാരിറ്റബിൾ വിങ് ആണ് RS, റീഹാബിലിറ്റേഷൻ എയ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് 1976 മുതൽ എനിക്കൊന്ന് കേരളത്തിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആയിരിക്കും ഈ RS എന്ന് പറയുന്നത്. ഒത്തിരി ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, മലബാർ പ്രോവിൻസിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നത് RS വഴിയാണ്. ഈ ബെൻസിഗർ ഹോമും ഈ RSൻ്റെ ഒരു വിങ്ങാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടാണ് എന്ന് പറയാം. ഇതുവഴി ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് പോലും ഇതിനോട് അറ്റാച്ച് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ വരുന്ന എൻട്രൻസിൽ കണ്ടു കാണുമായിരിക്കും ബെൻസിഗർ സ്പേസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായ നന്മകൾ വലിയ കാര്യം. ഒന്നാമത് അതൊരു കബ്ബേർഡാണ്. ഇപ്പോൾ എന്ത് സാധനം വേണേലും അവിടെ കൊണ്ടുവയ്ക്കാം. അൺയൂസ്ഡ് ആയിട്ടുള്ളത് എന്ത് സാധനം വേണേലും അതിനകത്ത് നിന്ന് എടുക്കാം. നമ്മൾ അതാരും ചെക്ക് ചെയ്യാൻ, ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ള സത്യം.
അത് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ കാരണമാണ് സെന്റ് ബേസിൽ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ. സെന്റ് ബേസിൽ പറഞ്ഞേക്കുന്ന ഒരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ദ അൺയൂസ്ഡ് തിങ്സ് ഇൻ യുവർ കപ്ബോർഡ് ഈസ് നോട്ട് യുവേഴ്സ്, ഈസ് ഓഫ് ദ നീഡി. അതൊരു വലിയ ആൻഡ് ദ പോസിബിൾ വേസ് ദാറ്റ് യു ക്യാൻ ഡു ദ ചാരിറ്റി ആൻഡ് ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ഡു ഇറ്റ് ദ ഇൻജസ്റ്റിസ് യു ഡു. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നാം ഒരു മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഭവം അവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എത്രയോ പേര് കഴിഞ്ഞ മാസം ഫിയാത്ത് മിഷന് നമ്മളൊരു എയ്സ് വണ്ടിയില്ലേ, നിറയെ ക്ലോത്തുകൾ നമുക്ക് കളക്ട് ചെയ്ത് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. പല സ്കൂളുകളിൽ നിന്നും പല ഭവനങ്ങളിൽ നിന്നും അത് നന്നായിട്ട് സോർട്ട് ചെയ്ത് ഒരു വണ്ടി നിറയെ നമുക്ക് അത് ഫിയാത്ത് മിഷന് അത് കൊടുക്കാൻ പറ്റും. അവരത് വലിയ ലാർജ് സ്കെയിലിൽ സഹായിക്കുന്നുണ്ട് പലർക്കും ആവശ്യമുള്ളവരെ. അതൊരു കാര്യം. അപ്പോൾ അതോട് ചേർന്ന് പല ഭവനങ്ങളിലും ഈ പ്രായമായവരൊക്കെ ഉപയോഗിച്ചിട്ട് മരിച്ചുപോയവരൊക്കെ ഈ ഹൈഡ്രോളിക്കിൻ്റെ ബെഡ്, പേഷ്യൻ്റ് ബെഡ്, വീൽ ചെയർ, അതോടൊപ്പം തന്നെ വോക്കർ, ഇങ്ങനെ പിന്നെ വാട്ടർ വൈബ്രേറ്റർ, വാട്ടർ ബെഡ്, എയർ ബെഡ്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ എക്സസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിത് മേടിച്ചിട്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളിവിടെ പലരോടും പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ 0 റെൻറ്റിന് കൊടുക്കും. ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു തരണം. ഇപ്പോൾ ഒരു 4ഓളം ബെഡ് പുറത്തുണ്ട്, നമ്മൾ കൊടുത്തിരിക്കുക. അപ്പോൾ അവരത് അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ചു തരും. അതൊരു വലിയ സർവീസ്. നമുക്കിവിടെ കിട്ടുന്ന ഗ്രോസറി ഐറ്റംസ്, അരി, അങ്ങനെയുള്ള സാധനങ്ങളുടെ മിച്ചം വരുന്നത് നമ്മൾ കുറേ ഫാമിലിക്ക് സഹായിക്കുന്നുണ്ട്. എല്ലാ മാസവും അവർക്കൊരു 10 കിലോ അരി, ഉരുളക്കിഴങ്ങ്, സവോള, അങ്ങനെയൊക്കെയുള്ള ഗ്രോസറി ഐറ്റംസ് നമുക്ക് മിച്ചം വരുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് രാധിക. ഞാൻ ഈ ബെൻസിഗർ ഹോമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ്. ജോസഫ് അച്ഛൻ്റെ സ്നേഹം അത് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് നമ്മളോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ജോസഫ് അച്ഛൻ നമ്മളോട് പെരുമാറുന്നത്. വളരെ പാവം പോലെ നിൽക്കുന്ന ജോസഫ് അച്ഛൻ ഇത്രയും വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്തു പോകുന്നു എന്ന് നമ്മൾ വാസ്തവത്തിൽ ചിന്തിക്കാറുള്ളതാണ്. ഞാൻ ജി സുശീലാദേവി 32 വർഷം കൊണ്ട് ഈ റെസിഡൻസ് അസോസിയേഷനിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞാൻ രാവിലെ ഉണരുമ്പോൾ അവിടെ ഇവിടുത്തെ കിച്ചണിൽ അവർക്ക് ഫുഡ് തയ്യാറാക്കുന്ന ആ ഒരു ജോലിക്കാരുടെ ഒരു പ്രവർത്തനം ഞാൻ എന്നും കാണാറുണ്ട്. ഇതിൻ്റെ ഒരു കാറ്റ് വീശുന്നത് തന്നെ ഞാനൊരു അനുഗ്രഹമായിട്ട്, ഞാൻ കാലത്തെ സൂര്യനെ തൊഴുമ്പം കാണുന്നത് ഇതായതുകൊണ്ട് ഞാനൊരു അനുഗ്രഹമായിട്ടാണ് ഇതിനെ കരുതിയിട്ടുള്ളത്. ലോകമെമ്പാടും അറിയുന്ന ഒരു വലിയ ഒരു സ്ഥാപനമായി മാറിയതിൽ ഈ CSM നഗറിൽ താമസിക്കുന്ന വ്യക്തിയുള്ള നിലയിലും CSM നഗറിൻ്റെ അകത്തുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട്. ബെൻസിഗർ ഹോമിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ പല സാഹചര്യങ്ങളിലും കൂടെ അച്ഛൻ കടന്നുപോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും അനുഭവിച്ച കുറച്ച് നിമിഷങ്ങളുണ്ടാവും. അത് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസ് പലരും മരിച്ചുപോയി. ഇവിടെ വന്നത് എനിക്ക് ഒരു 80% കൂടുതൽ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ഭുതകരമായിട്ട് ക്യൂറായി പോയവരുണ്ട് പേഷ്യൻസ്. ചിലരൊക്കെ പറഞ്ഞത് ഞാൻ വ്യക്തിപരമായിട്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ ഓർക്കാറുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് കഴിഞ്ഞ തൃശ്ശൂർ അവിടുന്ന് ഒരു ഹിന്ദു കൊച്ച് അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നൊരു വയറുവേദന വന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മെഡിക്കേഷന് വേണ്ടി തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോൾ പാൻക്രിയാസ് ഇൻറ്റസ്റ്റൈനിൽ ക്യാൻസറായിട്ട് അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജായി, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് RCCയിലോട്ട് വരുന്നത്. RCCയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 3-4 മാസത്തോളം താമസിച്ചു. ആദ്യം എനിക്ക് തോന്നുന്നൊരു 2021-20 കോവിഡുള്ള സമയത്ത് ഈ കൊച്ചിൻ്റെ വീട്ടിലെ അവസ്ഥ ഭയങ്കര ഇതാണ്. ബ്രെഡ് വിന്നറാണ് ഈ കൊച്ച്. ആ വീട്ടിലത്തെ ബ്രെഡ് വിന്നറാണ്. അപ്പനും അമ്മയ്ക്കും വയ്യ. ഒരു പെങ്ങളൊരാൾക്ക് മെൻ്റലി ചലഞ്ചഡാണ്. വേറൊരു പെങ്ങളെ ഡിവോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ മക്കളുമായിട്ട് വന്ന് നിൽക്കുന്നു. ഇതാണ് അവരുടെ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, പക്ഷേ ഐ കനോട്ട് ഡൈ, ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവൻ്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അറിയാം ഒത്തിരി ദിവസങ്ങളില്ല എന്നറിയാം. പക്ഷെ ഇത്ര തീക്ഷ്ണമായിട്ട് ഞാൻ ജീവിച്ചിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കാനുള്ള കാരണം ഇറ്റ്സ് നോട്ട് ഫോർ ഹിം ഓർ ഹിംസെൽഫ്, അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ വലിയ എന്താണ് അനുഭവങ്ങൾ നമുക്കിനി ഉണ്ടാകാനുള്ളത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, സോഷ്യൽ സെനാരിയോയിൽ ചെറിയ പിണക്കങ്ങൾ, ചെറിയ വേദനകൾ സ്ഥലത്തെ ചൊല്ലിയോ പൈസയെ ചൊല്ലിയോ ഒക്കെ ഉണ്ടാകുന്നത് വലിയ സംഭവമായിട്ട് നമ്മൾ വീട്ടിൽ ആഘോഷിക്കുക. ആ പിണക്കങ്ങൾ നീണ്ടുപോകുന്നു.
ഈ കൊച്ചു നമ്മളോട് എന്നാ പറഞ്ഞത്, ഐ കനോട്ട് ഡൈ, എനിക്ക് മരിക്കാൻ പറ്റില്ല അച്ഛൻ, എനിക്ക് ജീവിക്കണം. പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയ്ക്കല്ല, എൻ്റെ കുടുംബത്തിന് വേറെ ആരുമില്ല. അത് എത്രയോ വലിയ. അപ്പം നമ്മളെന്ത്, ഞാൻ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ളിൽ തേങ്ങും, പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ, ഉള്ളിൽ തേങ്ങയും. അത് നമ്മൾ അതൊന്ന് ഇംബൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ എത്രയോ റിച്ചാണ്. ഈ വലിയ സങ്കടങ്ങളുടെയും വലിയ തേങ്ങലുകളുടെയും മുൻപിൽ എൻ്റെ ചെറിയ ദുഃഖത്തിനൊന്നും വലിയ വാല്യൂ കൊടുക്കരുത്, എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതുപോലെ തന്നെ സങ്കടമുള്ള സന്തോഷത്തിന്റെ ദിവസങ്ങളും ഒത്തിരി അനുഭവങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പലരും അത്ഭുതകരമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ക്യൂർ ചെയ്തു പോകുന്നത് സന്തോഷമായിട്ട് പിന്നീട് വിളിക്കുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ചാച്ചൻ്റെ പ്രാർത്ഥനകളും അവിടുത്തെ ദിവ്യബലിയും ആരാധനയും ജപമാല അർപ്പണവും ഒക്കെ ഞങ്ങളെ ഒത്തിരി സഹായിച്ച. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റുള്ളവർ നമ്മളോട് പറയുക അച്ഛൻ ഒത്തിരി സഹായിച്ച. അതൊക്കെ ആയിരിക്കാം ഒരു പരിധിവരെ. വൈദ്യൻ മാത്രമല്ലല്ലോ, മേളിലിരിക്കുന്ന വൈദ്യൻ നമ്മളെ ആത്യന്തികമായിട്ട് സഹായിച്ചാൽ അല്ലെങ്കിൽ സുഖപ്പെടുത്തിയാലേ നമുക്ക് ശരിയായിട്ടുള്ള സുഖമാവുന്നുള്ളൂ. അങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ ദിവസവും നമ്മുടെ ഇവിടുത്തെ ഒരു അനുഭവത്തിൽ, ചുറ്റുപാടുകളിൽ ഈ ബെൻസിഗർ ഹോമിനോട് ചേർന്ന് പോകുന്ന അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബെൻസിഗർ ഹോമിൻ്റെ ഡയറക്ടറായി ചാർജ് എടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബെൻസിഗർ ഹോമിൽ നമ്മൾ ചെയ്യുന്ന സർവീസ് അതൊരു പാഷനായിട്ട് എടുക്കുകയാണെങ്കിൽ, ജോബല്ല, ഒരു പാഷനായിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ ആത്മസംതൃപ്തിയുള്ള കാര്യമാണ്. സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിജീവിച്ചു, നമ്മളതിനെ അതിജീവിച്ചു, സമയമെടുത്ത് അതിജീവിച്ചു വന്നു. ആ ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അതൊരു വേറിട്ട അനുഭവമാണ്. അത് ഉണ്ടായെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് എന്ന് പറയുന്നതിനേക്കാളും അതിലേക്ക് കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു മനുഷ്യനോ വാഹനം എന്തെങ്കിലും അതിനോട് നിഷ്കർഷിക്കുകയാണ് 10 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അല്ലെ അതുപോലെ പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അങ്ങനെ എനിക്ക് ഒരു വേറിട്ട എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓവർകം ചെയ്തു. ഓക്കെ, കുറച്ചുകൂടെ ഇവിടെയുള്ള പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കൊരു 2 മാസം അല്ലെ 3 മാസം കിടന്നാൽ ഞാൻ ഏറ്റുപോരും. ഒരിക്കലും ഏക്കില്ല എന്ന് പറയുന്നവരോട് എന്താ പറയുന്നത്? അതാണ് ഇവിടെയൊക്കെ നമ്മൾ ആയിരിക്കേണ്ടത്. വിശാലത വേണമെന്ന് ഞാനല്ലേ, ജനറോസിറ്റി ഓഫ് മൈ ഹാർട്ട് എന്ന് പറയുന്നതിൻ്റെ ആ കോസ് ഇതാണ്. എനിക്കൊരു പനി വന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു 4 മാസം കിടന്നു. 5ാമത്തെ മാസം മുതൽ ഐ വിൽ ബി പെർഫെക്റ്റ്ലി ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു ദ ലൈഫ്. ബട്ട് ദോസ് പീപ്പിൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെന്റ് 6 months, 2 years അല്ല 2 months. അതിലൂടെ നമ്മുടെ ഡസ്റ്റിന് തീരുക എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ് തന്നിട്ട്, മനുഷ്യരല്ലേ, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അല്ല, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മളതെല്ലാം ഡൗൺ ആക്കും. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയുടെയോ അല്ല വേറിട്ട അനുഭവങ്ങളാണെങ്കിലും അത് ചേർത്ത് വെക്കാൻ പറ്റിയ വളരെ നല്ലതാണ്. നമ്മൾ വളരും. നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പേഷ്യൻസിനെ കൂടുതൽ കരുണയോടുകൂടി നമുക്ക് നോക്കാനായിട്ട് പറ്റും. അച്ഛൻ ഈ പേഷ്യൻസ് ആയിട്ട് RCCയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ എങ്ങനെയാണ് അവരുടെ ഒരു സമീപനം? ഇത്തരത്തിലുള്ള ഒരു സെന്ററിന്റെ നടത്തിപ്പിൽ നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും, അത് പൊളിറ്റിക്സോ ഇതൊന്നുമല്ല, ഇതൊന്നും നമ്മുടെ ബാരിക്കേഡോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഹിൻഡ്രൻസ് ഒന്നും അല്ല. നമ്മളെല്ലാവരും നാനാജാതി മതസ്ഥർ നമുക്ക് വേണം. കാരണം നമ്മൾ അവരെ സെർവ് ചെയ്യുന്നു. എല്ലാ പൊളിറ്റിക്കൽ ഫീൽഡിലുള്ള എല്ലാ മനുഷ്യരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ റൂളിംഗ് എന്നുള്ളത് മാത്രമല്ല, അത് ഏത് പാർട്ടി, അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ ഒന്നല്ലെങ്കിൽ മറുതരത്തിൽ നമ്മെ സഹായിക്കുന്നവരാണ്. അപ്പം ഇവരോടൊക്കെ നല്ലൊരു അഫിലിയേഷൻ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഇത് കർത്താവിൻ്റെ സ്നേഹിക്കുന്ന മുഖമാണ്. അത് നമ്മൾ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇത് ഇവാഞ്ചലൈസേഷൻ മാത്രമായിട്ടൊന്നും കരുതണ്ട. അവനെ സ്നേഹിക്കുന്ന, അവനെ അറിയുവാൻ നമുക്കിന്ന് നമ്മുടെ ലോകത്തിൽ ഈ നാനാജാതി മതസ്ഥരോട് നമ്മുടെ കൂടെ നമ്മുടെ ആവശ്യത്തിന്, അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്യാവശ്യത്തിന് കടന്നു വരുന്നവരോടൊക്കെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. ഈ ഒരു അഗീര പരിശ്രമത്തിൽ എല്ലാവരും ഒന്നിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഹംബിൾ റിക്വസ്റ്റ് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. പൈസ ഉള്ളവർ സാമ്പത്തികമായിട്ട് സഹായിക്കുക. തൊട്ടടുത്ത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കാണും, അവിടെ ഒന്ന് പോവുക. ഒരു ചെറിയ കുടുംബത്തിൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്കി. 4-5 പേരുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും അല്ലെ അവിടുത്തെ ബ്രെഡ് വിന്നർ എത്ര എഫേർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 10, 400, 200, 50 ഒക്കെ ഉള്ള ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക്
ഭക്ഷണവും പാർപ്പിടവും ഒക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകട്ടെ, ഒരു സമർപ്പിത കൂട്ടായ്മയിൽ നിന്നാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, അതിൻ്റെ നെഗറ്റീവ് സൈഡ് അല്ല കാണേണ്ടത്, പോസിറ്റീവ് എനർജി. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റാത്ത ഒരു കാര്യം എൻ്റെ അടുത്തൊരു സഹോദരൻ കളക്റ്റീവായിട്ട് ചെയ്യുന്നതിൽ ഐ മസ്റ്റ് അപ്രീഷിയേറ്റ് ദാം. ബിക്കോസ് ഇതൊരു നന്മയായിട്ട്, ഒരു സർവീസായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ലെറ്റ്സ് കം ടുഗെദർ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഇനിയും കൂടുതൽ നന്മ ചെയ്യാൻ പറ്റും. കർത്താവ്, പരിശുദ്ധ പിതാവ് പറഞ്ഞ പോലെ, കർത്താവ് സ്നേഹിക്കുന്നുണ്ട് എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളോ ഞാനോ അല്ലാതെ വേറെ ആരുമില്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് സ്നേഹിക്കാം. ഇപ്പോൾ തന്നെ 5-1 എന്നുള്ള ഒരു റേഷ്യോയിൽ ക്യാൻസർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഒരു പ്രോജക്റ്റ് എന്ന് തീരുമാനിച്ചിരിക്കുന്നത് പോലും അവയർനെസ് കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്തും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുന്നത്, അത് അവിടെയുള്ള ഡോക്ടേഴ്സിനോട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തൊക്കെ പല സ്ഥലത്തും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം. ആരും നമ്മുടെ ഈ സെൻറ്ററിൽ വരാതിരിക്കട്ടെ. കാരണം അത് അസുഖമായിട്ടല്ലേ വരുന്നത്. അപ്പം നമുക്ക് അതിനുള്ള മുൻകരുതലുകളാണ്. അത് ഒരാളോ 1-2 പേര് നോക്കിയാലോ അല്ലെ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തിയാലോ ഒന്നും അത് നടപടിയില്ല. അത് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ച് ഉന്നത തലത്തിൽ നിന്ന് എല്ലാവരെയും അവയർനെസ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ് കംപ്ലീറ്റ് ചേഞ്ചായി. RCCയിൽ വരുന്ന പേഷ്യൻസിൽ ഒത്തിരി പേർക്കും ക്യാൻസർ ഇൻട്രസ്റ്റേ ഇല്ല. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നോ അല്ലെ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നോ അല്ലെ നമുക്ക് ശ്വസിക്കുന്നതിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു അവയർനെസ് നമുക്ക് ക്യാൻസറിന് ഒരു പരിധിവരെ ഫുഡ് ഹാബിറ്റ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, നന്നാക്കിയാൽ നമുക്ക് തടയാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള ഇനി നമുക്ക് ഏറ്റെടുക്കേണ്ട വലിയൊരു കർത്തവ്യം. അത് കളക്റ്റീവായിട്ട് ചെയ്യണം. കോളേജുകളിൽ അവയർനെസ് വേണം, സ്കൂളുകളിൽ വേണം. അപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് പച്ചക്കറികളൊക്കെ നമുക്ക് നടാൻ പറ്റിയാൽ, ഈ വിഷം മേടിച്ചത് അന്യനാട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ കൃഷി ചെയ്യുന്നതാണെങ്കിലും അതിനോട് നമുക്കൊരു നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാവരും അപ്പോൾ അധികം വിഷമൊന്നും ഇടാതെ ചെയ്യാൻ പറ്റി അത് ആളുകൾക്ക് കൊടുക്കാൻ, അതൊക്കെ നമ്മുടെ ഒരു നീതിബോധമാണ്, സൊസൈറ്റിയോടുള്ള നമ്മുടെ നീതിബോധമാണ്. അപ്പോൾ അതൊക്കെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയുസ്സോടുകൂടി ഒരു 100 വർഷം എല്ലാവരും ജീവിച്ചിരിക്കട്ടെ. അത് നമ്മുടെ ഒരു പലരുടെയും പ്രത്യാശയാണ്. നമുക്ക് ഈ അസുഖമൊക്കെ വന്ന് വേദനിക്കുന്നവർ, അവരുടെ സ്പാൻ ഓഫ് ലൈഫ് ഇത്രയേ ഉള്ളൂ, എത്രയോ സങ്കടപ്പെടുന്നവരുണ്ട്. അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്ഷണിച്ചു വരുത്താതിരിക്കാനും ഒരു മുൻകൈ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു വലിയ അവയർനെസ് ആയിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു അവയർനെസ് ഉണ്ടാകട്ടെ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലോടുകൂടിയ ചുറ്റുപാടുകൾ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റും. മനുഷ്യന് ബുദ്ധിപരമായിട്ട് ഒത്തിരി ശക്തിയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പം ആ ഒരു ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ആയുസ്സോടുകൂടി ജീവിച്ചിരുന്നു. ഞാൻ ജീവിച്ചിരുന്നാലാണ് എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഞാൻ ആരോഗ്യത്തോടു കൂടി ആയിരുന്നാൽ കരുണീയമായിട്ട് എൻ്റെ കുടുംബത്തിനോ എൻ്റെ സമൂഹത്തിനോ എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഗുഡ് ഹെൽത്ത് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ എവ്രിതിങ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, സ്വപ്നമുണ്ടോ, ഗുഡ് ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്യാൻസർ രോഗം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. ഇതിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതിന് മെയിൻ കാരണമെന്ന് പറയുമ്പോൾ. അതിൽ പൊതുവെ പറഞ്ഞു വരുമ്പോൾ ശരീരത്തിലെ ഓരോ സെല്ലുകളും ബാധിക്കപ്പെടുന്നുണ്ട്. ഇതിൽ നമ്മൾ അൺകൺട്രോൾഡ് സെൽ ഡിവിഷനാണ് ഇതിൻ്റെ മെയിൻ കാരണം. അങ്ങനെ വരുമ്പോൾ ഈ സെല്ലുകൾ കൺട്രോൾഡ് ഇല്ലാതെ ഡിവിഷൻ നടത്തി പോകുമ്പോൾ പല ജീനുകൾക്ക് പ്രശ്നം വരുന്നുണ്ട്. നമ്മളെ ജീൻ DNA സെല്ലിലുള്ള DNA ജീനിന് പ്രോബ്ലംസ് വരുന്നത് കൊണ്ടാണ് ഈ ക്യാൻസർ രോഗം നമ്മളെ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞ് ഓരോ അവയവങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ നിൽക്കുന്നത്. കീമോതെറാപ്പി മെഡിസിൻസ്, അതുപോലെ അവർ കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം കോസ്റ്റ്ലിയാണ്. പുവർ പേഷ്യൻ്റ് ആയിരിക്കും, അവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്ന ഒരിതാണ്. അപ്പോൾ ദൂരോട്ടുള്ളവർ RCCയിൽ വരാനായിട്ട് പാടായിരിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അവർ ഇതുകൊണ്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ അനുഭവപ്പെടുന്ന അവസ്ഥയിൽ ആണ് ഇതുപോലത്തെ ഈ ഒരു സഹായം ചെയ്യാൻ വേണ്ടിയാണ് നമുക്കറിയാം. നമ്മളെ ഫാദർ ജോസഫ് ഒരു ബെൻസിഗർ ഹോമിൻ്റെ ഒരു ഡയറക്ടർ, നമ്മൾ ഇടപ്പഴിഞ്ഞിൽ തന്നെയാണ്. ആ ഒരു ബെൻസിഗർ ഹോം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണ്. കാരണം അത്
നമുക്ക് അതിൽ ഞാനും അവിടെ പോയിട്ടുള്ളതാണ്. ഒരുപാട് പേഷ്യൻസ് പല സ്ഥലത്ത് നിന്നും ഈ ക്യാൻസർ ബാധിച്ചവർ പല സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റമുള്ളവരും അതുപോലെ തമിഴ്നാട്ടിലെ ബോർഡറിൽ ഇങ്ങനെയുള്ളവരും പല സ്ഥലത്ത് നിന്നും ഇവിടെ ഈ ബെൻസിഗർ ഹോമിൽ വന്ന് അവയവം പ്രാപിക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇതൊരു സാന്ത്വന പരിപാലനമാണ്. കാരണം ഒരു പാലിയേറ്റീവ് കെയർ പോലെയുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. കാരണം ഇവർക്ക് ഡെയിലിയും RCCയിൽ പോയി കീമോതെറാപ്പി ചെയ്യണമെങ്കിൽ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാനും അതുപോലെ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. സാമ്പത്തികമായിട്ടും എക്കണോമിയാണല്ലോ പ്രോബ്ലം. സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ അല്ലാതെ ഉള്ള രീതിയിലും അവർക്ക് ബുദ്ധിമുട്ട്, റൂം കിട്ടാതെയും പിന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം അച്ഛൻ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ടത്, അച്ഛൻ പിന്നെ ആംബുലൻസ് വരെ സ്വന്തമായിട്ട് ഓടിച്ച് പേഷ്യൻസിനെ കൊണ്ട് പിന്നെ RCCയിലോട്ട് ആക്കുകയും അവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അച്ഛൻ നല്ലൊരു എഫർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യമാണ്, ഒരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഈ പ്രവർത്തനം തന്നെ വീണ്ടും തുടർന്നു പോകണം. പിന്നെ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും നല്ല രീതിയിൽ തന്നെ പോകണം എന്നുള്ളതാണ്. ഈ സ്ഥാപനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ അതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ളവർക്കും വന്ന് താമസിക്കുന്നതിന് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ഥാപനമായി ആണ് ഞാനിതിനെ കാണുന്നത്. കഴിഞ്ഞ നമുക്കെല്ലാവരും ലോകത്താകമാനം പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി, ആ മഹാമാരി സമയത്ത് പോലും കോവിഡ് ബാധിതരായിട്ടുള്ള ആൾക്കാരെ പരിചരിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും പരമാവധി നേതൃത്വം കൊടുത്തൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ഫാദർ ജോസഫ് എന്ന് എടുത്തു പറയേണ്ടതൊക്കെ ഒരു കാര്യമാണ്. അത്രമാത്രം അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പൂക്കളെ സ്നേഹിക്കുന്ന, പാട്ടിനെ സ്നേഹിക്കുന്ന, അതിലേറെ ഇവിടുത്തെ ക്യാൻസർ രോഗികളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഈ ചാപ്പലിൽ എന്നും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ജോസഫ് അച്ഛന് ഷാലോം ടിവിയുടെ പേരിൽ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഈ തിരുനാൾ ദിവസം എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും, ഷാലോമിൻ്റെ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഈ വിശുദ്ധനിൽ ഒരു വലിയ തീഷ്ണതയുണ്ട്, ഈ അപ്പസ്തോലിന് ഒരു വലിയ തീഷ്ണതയുണ്ട്, ജ്വലിക്കുന്ന തീഷ്ണതയാണ്. അത് നമുക്ക് സ്വായത്തമാക്കാം. അതിർവരമ്പുകളില്ലാതെ വിശാല ഹൃദയത്തോടുകൂടെ നോക്കി കാണുവാൻ, മറ്റാരും കാണാത്തത് കാണുവാൻ, കാണാത്ത കണ്ണുനീരുകൾ കാണുവാൻ, സങ്കടങ്ങൾ കാണുവാൻ, തീഷ്ണതയോടുകൂടി കർത്താവിൻ്റെ സ്നേഹത്തെ പ്രഘോഷിക്കുവാൻ, ജീവിതം വഴി പ്രഘോഷിക്കുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഈ വിശുദ്ധന് അതിനുള്ള നന്മ, അനുഗ്രഹവും മാധ്യസ്ഥവും ഒക്കെ നമുക്ക് നേടിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തോമസ് എന്ന പേരുള്ള എല്ലാവർക്കും നന്മകൾ നേരുന്നതോടൊപ്പം എല്ലാ മിഷണറിമാർക്കും നല്ല ദിവസങ്ങളും ഊർജ്ജസ്വലമായ ജീവിത സാഹചര്യങ്ങളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഇന്ന് കർമ്മലീത്ത സഭ മലബാർ പ്രൊവിൻസിൻ്റെ കൗൺസിലർ കൂടിയാണ്. തൻ്റെ ഭാരിച്ച ഈ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ഭവനത്തിൻ്റെ ആവശ്യങ്ങളിൽ യാതൊരു കുറവും വരുത്താതെ 100% പൂർണ്ണതയോടെ ചെയ്യാൻ അച്ഛൻ പരിശ്രമിക്കുന്നു. ഇന്ന് അനന്തപുരിക്ക് മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും നിറഞ്ഞ പുഞ്ചിരിയുമായി, കാരുണ്യത്തിൻ്റെ കടലായി, ദൈവസ്നേഹത്തിൻ്റെ അനുഭവമായി അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നു. അച്ഛൻ്റെ അജപാലന വഴികൾ ദൈവസ്നേഹ സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ തൻ ഉദരത്തിൽ ഉരുവാകും മുൻപു തന്നെ എൻ കുഞ്ഞെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. അമ്മ തൻ ഉദരത്തിൽ ഉരുവാകും മുൻപു തന്നെ എൻ കുഞ്ഞെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. നിന്റെ പേരും രൂപവും എൻ്റെ ഉള്ളം കയ്യിലായി വ്യക്തമായി മുദ്രണം ചെയ്തിരുന്നു ഞാൻ. അമ്മ തൻ ഉദരത്തിൽ ഉരുവാകും മുൻപു തന്നെ എൻ കുഞ്ഞെ നിന്നെ ഞാൻ അറിഞ്ഞു.